നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നമ്മളൊരു സോളാർ പാനൽ നമ്മുടെ വീട്ടിൽ ഫിറ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ മിക്കവാറും പല വീടുകളിലും പ്രത്യേകിച്ചും ഈ ട്രസ് വർക്ക് ചെയ്തിട്ടിരിക്കുന്ന വീടൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് സോളാർ പാനൽ വെക്കാനുള്ള ഒരു ഓപ്ഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ട്രസ് വർക്ക് ചെയ്ത ഒരു വീടാണെങ്കിൽ അതിന് മുകളിലേക്ക് കയറിപ്പോയിട്ട് അത് ക്ലീൻ ചെയ്യാനും അതേപോലെയുള്ള കാര്യങ്ങൾക്കുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് ഗോവണി അതേപോലെ തന്നെ അതിന് മുകളിലേക്ക് ഓപ്പണായിട്ട് നമുക്ക് കയറാൻ വേണ്ടി ഓപ്പൺ ചെയ്യാനായിട്ടുള്ളൊരു വിൻഡോയെ അത് നമുക്ക് സ്ലൈഡിങ്ങിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിട്ട് മുകളിലേക്ക് കയറിപ്പോകാനുള്ളൊരു സംവിധാനം. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ സോളാർ പാനൽ ക്ലീൻ ചെയ്യാനായിട്ട് അതിൽ നടക്കാനൊക്കെ ആയിട്ടുള്ള നടപ്പാത ഇതെല്ലാം നമ്മൾ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്ത് ഇരുമ്പിൽ അത് മുഴുവനും നിർമ്മിച്ച് വരുമ്പോഴത്തേക്കും നല്ലൊരു മുടക്കം. അതായത് നമ്മൾ സോളാർ പാനൽ ശരിക്കും പറഞ്ഞാൽ വെക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ നമുക്ക് ഈ സംഭവങ്ങളെല്ലാം കൂടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാറിന് ഇത് മുടക്ക് വരാറുണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പിടിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരുന്നത്. അതായത് നമ്മുടെ ഈ തമ്പനയിലിനകത്ത് നിങ്ങൾ കണ്ട അതേപോലെ തന്നെ നമ്മൾ ഈ ട്രസ് വർക്ക് ചെയ്തിരിക്കുന്ന വീടുകളാണെങ്കിൽ അതേപോലെ ഫിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പിടിപ്പിക്കാവുന്ന രീതിയിലുള്ള, അതായത് നമ്മുടെ ഈ പ്ലെയിനിൻ്റെ ഒക്കെ ചിറകുകൾ പോലെ നമ്മൾ ട്രസ് വർക്ക് ചെയ്ത വീടാണെങ്കിൽ അതിൻ്റെ ആ തൂണിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഇത് ഫിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണിത്. അപ്പോൾ നമുക്ക് ഈ പടത്തിനകത്ത് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ വളരെ സൗകര്യപ്രദമായിട്ട് നിങ്ങൾക്കിത് പിടിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളിത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായി, നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത്. അപ്പം ക്ലീൻ ചെയ്യാനൊന്നും യാതൊരുവിധ പ്രശ്നമില്ല. ഇത് നമ്മൾ നിങ്ങൾക്ക് കാണാവുന്നത് കണക്ക് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ തൂണുകളിലാണിത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ തൂണിനകത്ത് ഇങ്ങനെ നമ്മൾ ഇത് ചിറകുകൾ പോലെ നീണ്ടു നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ അത് കഴുകേണ്ട അല്ലെങ്കിൽ ക്ലീൻ ചെയ്യേണ്ട ഒരു സമയം വന്നു കഴിയുമ്പോൾ നമുക്കതിങ്ങ് തിരിച്ച് കൊണ്ടുവരാം. ആ തൂണിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെ നമുക്കത് തിരിച്ചും കൊണ്ടുവന്നിട്ട് നമുക്ക് ആ ടെറസിന് മുകളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് അത് ക്ലീൻ ചെയ്തതിന് ശേഷം അത് അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് പുറത്തേക്ക് തള്ളി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവം ഓക്കെ. അപ്പോൾ നല്ല ക്ലിയറായിട്ട് നല്ല ഫസ്റ്റായിട്ട് നമുക്കതിൽ വെയിലടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നും സാധാരണ എവിടെ വെക്കുന്ന സോളാർ പാനൽ വെക്കുന്നതിനെ കഴിഞ്ഞും നല്ല പ്രൊഡക്ഷൻ കിട്ടുന്നതായിട്ടാണ് ഞാനിത് വെച്ചിട്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു സെറ്റ് ചെയ്ത ഒരു വർക്കാണിത്. ഇതിനകത്ത് നല്ല ക്ലിയറായിട്ട് തന്നെ നല്ല പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാമെന്ന് വെച്ചത്. അതേപോലെ തന്നെ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇതിനുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഷീറ്റിന് മുകളിലൊക്കെയാണ് നമ്മളത് ചേർത്ത് ട്രസ് വർക്ക് ചെയ്തതിന് മുകളിൽ ഷീറ്റിനൊക്കെ മുകളിൽ നമ്മൾ കഷ്ടപ്പെട്ടത് ഫിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനോട് ചേർന്ന് ഇരുന്നപ്പോഴത്തേക്ക് ഷീറ്റെല്ലാം കൂടെ മൊത്തം നല്ല വെയിലടിച്ച് കഴിയുമ്പോൾ നല്ലപോലെ ഹീറ്റായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ സോളാർ പാനലും നല്ലപോലെ ഹീറ്റാവും. അപ്പം ഈ ഹീറ്റ് കൂടുന്നതനുസരിച്ച് നമുക്കറിയാം ഇതിൽ നിന്നും എനർജി നമുക്ക് കുറവ് വരും. അതായത് നമുക്കിതിൻ്റെ പ്രൊഡക്ഷൻ ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് എല്ലാ സോളാർ പാനലിലും ഹീറ്റ് കൂടുന്നതനുസരിച്ച് സോളാറിൻ്റെ പ്രൊഡക്ഷൻ ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് കുറച്ച് കുറയുന്ന ഒരു സാഹചര്യം എല്ലാ പാനലുകൾക്കും ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇതിനകത്ത് നമ്മൾ നല്ല എയർ സർക്കുലേഷൻ കിട്ടും. നമ്മളിങ്ങനെ ഈ പാനൽ വെറുതെ അന്തരീക്ഷത്തിൽ ഈ പ്ലെയിൻ്റെ ചിറക് പോലെ നമ്മൾ നീട്ടി നിർത്തി കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ അടിയിൽ കൂടെ മേളിൽ കൂടെ നല്ലപോലെ എയർ സർക്കുലേഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അതിന് ആ പാനിൽ ഭയങ്കര ഒരു ഹൈ ആയിട്ടുള്ള ഹീറ്റ് ഒരിക്കലും പോകില്ല. എപ്പോഴും അതിന് കൂളിംഗ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അതിനകത്ത് നല്ലൊരു പ്രൊഡക്ഷൻ നമുക്ക് കൂടുതൽ കിട്ടാനായിട്ടുള്ളൊരു സാഹചര്യവും അതിൽ നിന്നുമുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ മുകളിലായിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ, അതായത് നമുക്ക് ആ മുറ്റത്ത് ഇത് വെയിലടിച്ചിട്ട് അതിൽ നിന്നുള്ള റിഫ്ലക്ഷൻ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ബൈഫേഷ്യലാണെങ്കിൽ നമുക്കിങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം അത്യാവശ്യം നമുക്ക് നന്നായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. മറ്റേ ഷീറ്റിന് മുകളിൽ ചേർന്ന് വന്നു കഴിയുമ്പോൾ അടിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഒട്ടും നമുക്ക് കിട്ടത്തില്ല, സീറോ ആയിരിക്കും. അതേ പക്ഷേ ഇതിൽ നിന്നും അത്യാവശ്യം നമുക്കൊരു 50%, 60% ഒക്കെ നമുക്ക് പ്രൊഡക്ഷൻ ഈസി ആയിട്ട് നമുക്ക് അടിയിൽ നിന്നുള്ളത് നമുക്ക് ഇങ്ങനെ പിടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് എടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്ന വർക്ക് ശരിക്കും 1.2 കിലോവാട്ടിൻ്റെ ആണ്. അതായത് 2 പാനലുകൾ വെച്ചിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു സിംഗിൾ പാനലേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പോൾ സിംഗിളെ ചെയ്യുവാണെങ്കിൽ ഇത് കുറച്ചും കൂടെ വളരെ ഈസി ആയിരിക്കും നിങ്ങൾക്ക്. കാരണം വെച്ചാൽ അതിൻ്റെ ഈ ഫിറ്റിങ്സിനൊക്കെ കുറച്ചും കൂടെ നമുക്ക് പൈസ കുറച്ച് നമുക്ക് ചെറിയ റേറ്റിൽ നമുക്കത് തീർക്കാനായിട്ട് സാധിക്കും സിംഗിൾ പാനലാണെങ്കിൽ. അപ്പം സിംഗിളോ ഡബിളോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ടും ഇത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഏത് വീടുകളാണ് ട്രസ് വർക്ക് ചെയ്ത് ഏത് വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതായത് മുകളിൽ കയറി നിങ്ങൾക്കിത് ക്ലീനിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്ത രീതി ഫിറ്റ് ചെയ്യുന്നതിനൊക്കെ നല്ല എന്താണെന്ന് പറഞ്ഞാലും ഇതേ രീതിയിൽ നിങ്ങളിത് പിടിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ 1.2 കിലോവാട്ടിൻ്റെ ഒരു സിസ്റ്റം ആണല്ലോ ഇത്. അപ്പോൾ ഇതേപോലെ ഒരു സിസ്റ്റം നിങ്ങൾ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ഫാനും ലൈറ്റുകളും അതേപോലെ തന്നെ റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇതിനകത്ത് പകലും അതേപോലെ തന്നെ രാത്രിയിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഒഴിവാക്കേണ്ടി വരുന്ന ഇപ്പം AC അതും അല്ലെങ്കിൽ വലിയ മോട്ടോറുകൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം നിങ്ങളല്ല ഹീറ്ററുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കിയാൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇതിൽ ഈസി ആയിട്ടും കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് രാത്രിയിലും പകലും ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ഈ 2 പാനൽ വെച്ചാൽ തന്നെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്ലാറ്റുകൾക്കോ അതേപോലെ തന്നെ കടകൾക്ക് നല്ല ഉപയോഗപ്രദമായിട്ടുള്ളതാണ്. കടകൾക്കൊക്കെ വെക്കാനായിട്ട് സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ കടകൾക്കൊക്കെ ആണെങ്കിലും ഇത് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വീടുകൾക്കാണെങ്കിലും ഇതേപോലെ ട്രസ് വർക്ക് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള വീടുകൾക്കും ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതിനകത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടേക്കാമെന്ന് വെച്ചത്. അപ്പോൾ നിങ്ങൾക്കിത്
ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ ഇതേവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.